നമസ്കാരം. ജോബ് ഹണ്ടറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ടെക്നോ പാർക്കിൽ വന്നിട്ടുള്ള പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ ആയിരുന്നു. ഓഫീസ് അസിസ്റ്റൻ്റ് എന്നുള്ളൊരു പോസ്റ്റിലേക്കാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് മാർച്ച് 10 വരെ 2025 മാർച്ച് 10 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് CV വഴി അപ്ലൈ ചെയ്യാൻ പറ്റും. ഇന്നലെയാണ് ഈ ഒരു ജോബ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്കിതിൻ്റെ വിശദ വിവരങ്ങൾക്ക് കിടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ്. അപ്പോൾ ആ വീഡിയോ ആദ്യം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ പോസ്റ്റ് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളിതിലേക്ക് വരുന്ന കാര്യങ്ങൾ വെച്ചാൽ ഇതിൻ്റെ ബ്രീഫ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരികയാണെങ്കിൽ, വി ആർ ലുക്കിംഗ് ആൻ ഓപ്പറേഷൻ പേഴ്സണൽ ടു ജോയിൻ അവർ ടീം ഹു ഡെഡിക്കേറ്റഡ് ഹിസ് വർക്ക് ആൻഡ് അക്കോർഡിംഗ് ടു ദ ആൾ ഓപ്പറേഷൻ റിലേറ്റഡ് വർക്ക് ഇൻ ദ കമ്പനി ഓഫീസേഴ്സ്. അപ്പോൾ നമ്മൾ ഈ കമ്പനിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നൊരു ഓപ്പറേഷണൽ പേഴ്സണൽ, അതായത് കമ്പനിയുടെ ഡേ ടു ഡേ വർക്കുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഓഫീസ് അസിസ്റ്റൻറ്റിനെയാണ് ഈ ഒരു കമ്പനിയിലേക്ക് അവർ ഹയർ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതെല്ലാം നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാക്കിയാലൊക്കെ വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. പിന്നെ ഇമെയിൽ അഡ്രസ്സും അതിൽ ഈ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് കോപ്പി എടുത്ത് എല്ലാ സമയവും ചെയ്യുന്ന മാതിരി തന്നെ ചെയ്യുക. അതുപോലെ മാനേജ് ആൾ ദ ഡേ ടു ഡേ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഓഫീസ്. എല്ലാ ദിവസത്തെയും ഡേ ടു ഡേ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്യേണ്ടത് ഈ ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ജോബാണ്. അതുപോലെ മാനേജ് ആൾ ദ ക്ലയൻറ്റ് ബില്ലിംഗ് ആക്ടിവിറ്റീസ്, ഫണ്ട് ഫോളോ അപ്പ്, പിന്നെ അതുപോലെ ക്ലയൻറ്റിൻ്റെ ബില്ലിൻ്റെ കാര്യങ്ങൾ, നമുക്ക് ഫണ്ട് കമ്പനിയിലേക്ക് വരാനുള്ള ഫണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫോളോ അപ്പ് ഒക്കെ ചെയ്യേണ്ടതും ഈ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് തന്നെയാണ്. കോർഡിനേറ്റ് ന്യൂ ഓഫീസ് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആക്ടിവിറ്റി, ഓഫീസിൻ്റെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കോർഡിനേറ്റ് ചെയ്യുക. പ്രിപ്പയർ മെയിൻറ്റെയിൻ ട്രാക്ക് ക്ലയൻറ്റ് എഗ്രിമെൻറ്റ്സ്, അതായത് ഈ നമ്മൾ വിവിധ ക്ലയൻറ്റുകളുമായിട്ട് വെച്ചുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യണം. അതെല്ലാം മാനേജ് ചെയ്യാൻ വേണ്ടി വരും. പെറ്റി ക്യാഷ് മാനേജ്മെൻറ്റ്, ചെറിയ ചെറിയ ക്യാഷ് ഇടപാടുകൾ ഉണ്ടാകും, അതിൽ പെറ്റി ക്യാഷ് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാനേജ് ചെയ്യേണ്ടതുണ്ട്. വർക്ക് വിത്ത് മൾട്ടിപ്പിൾ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ടു എൻഷുവർ സ്മൂത്ത് ഓപ്പറേഷൻ ഹൈലി ഡൈനാമിക് എൻവയോൺമെൻറ്റ്. നമ്മൾ ഈ കമ്പനിക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അറിയാമല്ലോ, നമ്മൾ ആ കമ്പനിയുടെ ഓണർമാരും അത് അതിൻ്റെ ഭരണ സംവിധാനത്തെ പറയുന്നത്. അവരുമാരുമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളതും നല്ലൊരു ഡൈനാമിക് എൻവയോൺമെൻറ്റ് ആയിരിക്കും എന്നും പറയുന്നുണ്ട്. ഇനി പ്രിഫേർഡ് സ്കില്ലിലേക്ക് വരികയാണെങ്കിൽ എബോവ് ആവറേജ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് റിക്വയർഡ്. അത്ര വലിയ കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലെങ്കിലും ആവറേജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. എബിലിറ്റി ടു വർക്ക് ഇൻഡിപെൻഡൻ്റ്ലി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ സ്കില്ല്, പ്രയോറിറ്റൈസ് ആൻഡ് പ്ലാൻ വർക്ക്, മൾട്ടി ടാസ്ക് ആൻഡ് മീറ്റ് ഷെഡ്യൂളൊക്കെ മീറ്റ് ചെയ്യാനും, അതുപോലെ മൾട്ടി ടാസ്കുകളൊക്കെ വരും. പലതരത്തിലുള്ള ഓഫീസ് അസിസ്റ്റൻറ്റിൻ്റെ ആ ഒരു ജോബിൽ പലതരത്തിലുള്ള വർക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം വർക്ക് ചെയ്യേണ്ടി വരും. പിന്നെ അനലിറ്റിക്കൽ സ്കില്ല് ടു റിസോൾവ് പ്രോബ്ലംസ് ആൻഡ് തിങ്ക് ക്രിയേറ്റീവ്ലി. പിന്നെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതൊക്കെ അറിയാലോ. അതൊക്കെ പിന്നെ അതിലൊക്കെ നല്ല വൈസായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ക്വാളിഫിക്കേഷനിലേക്കാണ് ഇനി ഗ്രാജുവേഷൻ, ഏതെങ്കിലും ഒരു ഡിഗ്രി മതി. എക്സ്പീരിയൻസിൻ്റെ കാര്യം നമ്മളിതിൽ പറഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ സാലറി സാധാരണ പറയാറുള്ള സാലറി പറഞ്ഞു 2.25 to 2.75 LPA എന്നാണ്. അതായത് 25,000 മുതൽ പിന്നെ 27,000 രൂപ വരെയാണ് ഇപ്പോൾ സാലറി കൊടുക്കുന്നത്. അതായത് പിന്നെ അത് പറയുന്നത് എന്താ വെച്ചാൽ പെർ ആനമാണ് പറയുന്നത്. അതായത് 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.25 ലക്ഷം രൂപ പെർ ആനം ഒരു വർഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലുമൊക്കെ ഓഫീസ് അസിസ്റ്റൻ്റ് ജോബ് നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് ആ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയിലൊന്ന് കമൻറ്റിൽ അവർ മെൻഷൻ ചെയ്യുക. നമുക്ക് ആ ഒരു അടിപൊളി ജോബ് നോട്ടിഫിക്കേഷനായിട്ട് വീണ്ടും വരാം. നന്ദി, നമസ്കാരം.